ഹലോ ഹായ് ഗൈസ്. ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബിരിയാണി ഉണ്ടാക്കണം, ചിക്കൻ ബിരിയാണി. അതിന് ഉള്ളി, തക്കാളി, ഇത് ഗ്രാമ്പു, പട്ട, ബിരിയാണി ഇല എല്ലാം വെച്ചിരിക്കുകയാണ്. ഇനി അതായിട്ട് കുറച്ച് നെയ്യ്, അടുത്തതായി ഇത് ഗ്രാമ്പ്, പട്ട, സ്റ്റാർ അതൊക്കെ ഫസ്റ്റ് ഇടണം. അടുത്ത് പട്ടയുടെ ഇല, മസാല ഇല, അടുത്ത് ബിരിയാണി ഇല, ബിരിയാണി ഇല, അടുത്ത് അരിഞ്ഞു വച്ചിരിക്കണ ഉള്ളി, കിണ്ടി ബ്രൗൺ കളർ ആവണ വരെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അടുത്ത് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, അങ്ങനെ ഇട്ട് തോടരുത്, കൊടു. ഇത് ഇഞ്ചിയുടെ സ്മെല്ലൊക്കെ ഇതാവണവരേക്കും കിണ്ടി കൊടുക്കണം. ഉള്ളി അരിഞ്ഞപ്പോൾ വലിയ കൊണ്ടുപോകും. ഇവിടെ ഇതിൽ ചിക്കൻ കറി വയ്ക്കുകയാണ് ഒരു സൈഡിൽ. അടുത്ത് തക്കാളി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പം തക്കാളി അരച്ചത്, തക്കാളി അരച്ച് വീട്ടി ഇങ്ങനെ തിരികുട്ടി മിക്സ് ചെയ്യാം. അരച്ച തക്കാളി ഇട്ടത് ഏകദേശം ആയി. അടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയല്ല, അടുത്ത് കുറച്ച് മുളക് പൊടി, അടുത്ത് കുറച്ച് ഗരം മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല കിണ്ടി കൊടുക്കണം. അടുത്ത് കുറച്ച് തൈര്, മതി, കുറച്ച് തൈര്, തൈര് വെച്ച് മിക്സ് ചെയ്തിട്ട് ചിക്കൻ വന്നിട്ട് ഇതിൽ കൂടെ ഇട്ട് കൊടുക്കണം. ഇത് വന്നിട്ട് ചില്ലി പീസായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ്.
ഇങ്ങനെ ഈ മസാലയുടെ കൂടെ ഇങ്ങനെ വെച്ച് കുറച്ച് നേരം ഈ ചൂടിലിരുന്ന് വേവട്ടെ. എല്ലായിടത്തും ഒപ്പം തന്നെ മസാല പിടിക്കും. കുറച്ചിങ്ങനെ ഇരിക്കും. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് ഇതിലിരുന്ന് വേവണം. മസാല അപ്പോൾ തന്നെ ഉപ്പെല്ലാം പിടിച്ചിരിക്കും. അടുത്തത് ഇങ്ങനെ ആയി. ഇനി ഇതിൽ 1 ഗ്ലാസ് അരിക്ക് ചിലവർ 1.5 ഗ്ലാസ് വീത്തും. ഞാൻ 2 ഗ്ലാസ് വെള്ളം വീത്തും. അങ്ങനെ 3 ഗ്ലാസ് അരിയാണ് കഴുകി വെച്ചിരിക്കുന്നത്. അതിൽ 6 ഗ്ലാസ് വെള്ളം വീത്തണം. 1 2 അങ്ങനെ മൊത്തം 6 ഗ്ലാസ് വെള്ളം വീത്തി കലക്കി കൊടുത്ത് ഇത് തിളയ്ക്കാൻ വെക്കണം. കുറച്ച് ഉപ്പ് ഇതിലും ഉപ്പിടുമ്പം നമ്മൾ കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കണം. അപ്പം തന്നെ വേവുമ്പം നമുക്ക് ഇത് കറക്റ്റായിരിക്കുള്ളൂ. നമ്മൾ കറക്റ്റ് അളവ് തോന്നി വേകുമ്പോൾ ഉപ്പ് കുറവായിരിക്കും. ഇത് കറക്റ്റാണ്. ഇത് കുറച്ച് തിളക്കട്ടെ. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരിയെടുത്ത് ഇരിയിടാം. അടുത്ത് അരി ഇടണം. അരി ഞാൻ ഇട്ട് ഇടയ്ക്ക് എൻ്റെ മോൻ വന്ന് ഇവിടെ ഭയങ്കര ബഹളം. ഒന്നും ചെയ്യാനും വിടണില്ല. അവന് അരി ഇടണോ? എന്നെ അരി ഇടാനും ഇടണില്ല, എന്നെ വീഡിയോ എടുക്കാൻ വിടണില്ല. വെള്ളം അരിയെല്ലാം ഇട്ട് അടുത്ത് ഉപ്പ് നോക്കണം. ഇതിൽ കുറച്ച് മല്ലിയില ഇട്ടണം. പുതിന ഇല ഇടണം. പക്ഷെ പുതിന ഇല വാങ്ങിക്കാൻ കിട്ടില്ല. കടയിൽ പോയപ്പം പുതിന ഇല ഇല്ല. അതുകൊണ്ട് ഇതിൽ മല്ലിയില ഉപ്പ് ഇട്ട് കൊടുത്ത്, മല്ലിയില വേണ്ട ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പുതിന ഇല ഇട്ടാൽ നന്നായിരിക്കും. കുറച്ച് നാരങ്ങച്ചാറ് ഇട്ടിട്ട് ഇതിനെ അടച്ച് 1 വിസിൽ വരുമ്പോൾ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അങ്ങനെ അടുത്ത അടുപ്പിൽ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറി അമ്മ വെച്ചാണ്. അങ്ങനെ ഞങ്ങൾ ദം ബിരിയാണി റെഡിയായി.